ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെയധികം ഭീതി നിറഞ്ഞ സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനും അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. സർക്കാർ തലത്തിലായാലും സംഘടന തലത്തിലായാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ശക്തി പകരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തന്നെ ജീവിതം സാക്ഷ്യം ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഗൾഫിൽ കുറേ നാളുകളായി ജോലി ചെയ്യുന്നു. ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ച് ഞാൻ സ്വന്തം ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഞാനും മക്കളും നാട്ടിൽ പോകാം, അവരുടെ വിദ്യാഭ്യാസം നമുക്ക് നാട്ടിലേക്ക് മാറ്റാം. കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരുന്നാലും ഓക്കെ, ഷെറിൻ പിള്ളേരുമായിട്ട് നാട്ടിൽ പോക്കാം, ജോലി ചെയ്യാം എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ നാട്ടിലേക്ക് അമ്മയെ വിളിച്ചു, അമ്മയോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീയാണ് അവിടെ നിൽക്കേണ്ടത്, അവളും മക്കളും നാട്ടിലേക്ക് വരട്ടെ. തീർച്ചയായിട്ടും ഞാൻ ചിന്തിച്ചപ്പോൾ അത് തന്നെയാണ് വേണ്ടത്. മക്കളുടെ കൂടെ എപ്പോഴും അമ്മ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ജോലിയും കണ്ടിന്യൂ ചെയ്തു. ഒരു മാസം കഴിയിനോട് കൂടിയിട്ട് കോവിഡ് എന്ന അസുഖം നമ്മുടെ ലോകം മുഴുവനും എത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന അജ്മാനിലും ഇതുപോലെ വന്നു. ഒരു 5-6 മാസം കൂടി വർക്ക് ചെയ്തു. അവിടെ ബിസിനസ് വളരെയധികം മോശമായി. അങ്ങനെ അജ്മാനിൽ ഉള്ള ഞങ്ങളുടെ ബ്രാഞ്ച് ക്ലോസ് ചെയ്തു. ഒരു 5-8 സീനിയേഴ്സ് ആൾക്കാരെ പിരിച്ചുവിട്ടു. ബാക്കിയുള്ളവരെ മറ്റു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആക്കി. ഈ ടെർമിനേറ്റ് ചെയ്തതിൽ ഞാൻ ഉൾപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ആ സന്ദർഭത്തിൽ വളരെയധികം ഷോക്കായിരുന്നു. എന്തു ചെയ്യും ഇനി എന്നുള്ള ചിന്തയായി. ടെർമിനേഷൻ കഴിഞ്ഞ് ഒരു മാസം പൈസ സെറ്റിൽമെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് TV-യിൽ യൂട്യൂബിൽ എങ്ങനെ നാട്ടിൽ പോയി കൃഷികൾ ചെയ്യാം. അന്ന് കോവിഡ് ടൈമിൽ ഒരുപാട് ആൾക്കാർ വെജിറ്റബിൾസ് വളർത്തുന്നു. അതുപോലെ തന്നെ മൃഗങ്ങൾ, കാടകൃഷി, മൊയിൽ കൃഷി, എന്തൊക്കെ ചെയ്യാമെന്ന് അവിടെ ഇരുന്നു കൊണ്ട് യൂട്യൂബിലൂടെ ഓരോ ദിവസം തള്ളി നിൽക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ ആയിരിക്കാം, ഞങ്ങൾ കുടുംബം മുഴുവനും ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏറ്റവും UAE-യിലെ നമ്പർ 1 കമ്പനിയാണ് ജുമാൽ മജീദ്. പറയാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലായാലും റിയൽ എസ്റ്റേറ്റിലായാലും ഇലക്ട്രോണിക്സ് ഫീൽഡിലായാലും മറ്റ് ഓട്ടോമൊബൈൽ സെക്ഷനായാലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഒരിക്കലും ആരെ ടെർമിനേറ്റ് ചെയ്യാത്തൊരു സ്ഥാപനമായിരുന്നു. നമ്മുടെ ഇഷ്ടപ്രകാരം മിക്ക ആളുകളും ഒരു 60-62 വയസ്സിലാണ് റിസൈൻ ചെയ്യുന്നത് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം 13 വർഷമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. ഫാമിലി അക്കോമഡേഷൻ അലവൻസ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഫുൾ ഇൻഷുറൻസ്, നല്ല രീതിയിലുള്ള ശമ്പളം, കമ്മീഷനും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായി ഞാൻ പറഞ്ഞ പോലെ നാട്ടിലെത്തി. അല്ലായിരുന്നെങ്കിൽ ഒരു 60-62 വയസ്സിലായിരിക്കും നാട്ടിലേക്ക് ഞാൻ വരുമായിരുന്നുള്ളൂ. വീട്ടുകാരായിട്ട് ഇങ്ങനെ സംസാരിച്ചെങ്കിലും നാട്ടിൽ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും തന്നെ ഇത്ര നല്ലൊരു സാലറിയും മറ്റ് പാക്കേജും ഉള്ള കമ്പനിയിൽ നിന്ന് വിട്ടുപോരാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് 60 വയസ്സിലാണ് ഞാൻ അവിടെ നിന്ന് വരുള്ളൂ. പക്ഷേ
ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. 23 വർഷം മുമ്പ്, ഏകദേശം പറഞ്ഞാൽ 22 വയസ്സിൽ, എല്ലാവർക്കും ആഗ്രഹം പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഗൾഫിൽ പോകണമെന്ന്. അന്ന് നമ്മുടെ ചേട്ടന്മാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചോക്ലേറ്റ്, മറ്റു പല പെർഫ്യൂം, മറ്റു പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവർ അവിടെ എന്താണ് ചെയ്തിരുന്നത് എന്നവർ പുറത്ത് പറയാറില്ല. ചിലപ്പോൾ ലേബർ ജോബ് ആയിരിക്കാം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പക്ക വെയിലത്തായിരിക്കാം പണി ചെയ്താറുള്ളത്. പക്ഷേ അവർ 1-2 കൊല്ലം അവിടെ വർക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ അടിച്ചു പൊളിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് അവരുടെ മുന്നിൽ. അവർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി റെൻറ്റിനെടുത്തു, ബന്ധു വീട്ടിലേക്ക് പോവും. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ ചോക്ലേറ്റും മറ്റു കാര്യങ്ങളും. നമുക്കും ആഗ്രഹം വന്നു എങ്ങനെയും ഗൾഫിലേക്ക് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനന്ന് +2 കഴിഞ്ഞു. ഡിഗ്രിക്ക് 1 മാസം പോയി. പക്ഷേ ITI, ഗവൺമെൻറ് ITI മാളിൽ കിട്ടിയ കാരണം ഓട്ടോമൊബൈൽ സെക്ഷൻ തിരഞ്ഞെടുത്തു. ഞാൻ അതിനുശേഷം ബോംബെയിലേക്ക് പോവുകയായിരുന്നു. അവിടെ എൻ്റെ അങ്കിളുണ്ടായിരുന്നു, KO ജോർജ്. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 1-2 സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോയി. ആദ്യം എനിക്ക് ഒരു മാരുതി ഡീലർഷിപ്പിൽ ജോലി കിട്ടി. അവിടെ 1 കൊല്ലം കഷ്ടി ജോലി ചെയ്തു. പിന്നെ ടാറ്റയുടെ തന്നെ ഒരു കമ്പനി മുംബൈ സെൻറ്ററിലുള്ളത്, അവിടെ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തു. അവിടെ ഒരു ഏകദേശം 3-3.5 കൊല്ലം ജോലി ചെയ്തു. ഗൾഫിൽ പോകണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് അന്ന് അവിടെയുള്ള ട്രാവൽസിൽ ബോംബെയിൽ പോവുമായിരുന്നു. പക്ഷേ ഒരുപാട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, നമ്മുടെ അന്നത്തെ കാലത്ത് മലയാളികൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കൊല്ലം 6 മാസം കയ്യിലിരിക്കുന്ന കാശൊക്കെ കഴിയാറാകുമ്പോൾ അവർ ചിന്തിക്കും എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകണം. അവരങ്ങനെ ബോംബെയിൽ പോയി. അവർ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർ പെട്ടെന്ന് പോവും. നമ്മൾ ഇൻ്റർവ്യൂ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഗൾഫ് എക്സ്പീരിയൻസുള്ള ആളുകൾ കാരണം നമുക്കും ഗൾഫിൽ പോകാനുള്ള സാഹചര്യം നടന്നില്ല. ചെറിയൊരു നിരാശയായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, ചെറുപ്പം മുതലേ ഞാൻ പോട്ടയിൽ ധ്യാനങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു. അത് ചിലപ്പോൾ 1 ദിവസത്തെ ധ്യാനം, ചിലപ്പോൾ 3 ദിവസത്തെ, ചിലപ്പോൾ 5 ദിവസത്തെ ധ്യാനങ്ങൾ കൂടാറുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനം എന്ന് ആ കാലഘട്ടങ്ങളിൽ കേട്ട് കഴിഞ്ഞ ആളുകൾക്ക് തന്നെ പേടിയായിരുന്നു. എന്തെങ്കിലും ആത്മഹത്യ പ്രവണതയുള്ളവർ, കഠിനമായ രോഗമുള്ളവർ മാത്രം പോകുന്ന ഒരു സ്ഥലം എന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ധ്യാനത്തിന് പോകുമ്പോൾ മറ്റുള്ളവരെ കാണാണ്ട് വേണം പോകാൻ. ആ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും, എന്തിനാണ് നീ പോയ, എന്തുകൊണ്ടാണ്, എന്താ റീസൺ? ഇതൊക്കെ അവർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നത്. അപ്പം ആ അന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ പരമാവധി അറിയിക്കാണ്ട് ധ്യാനത്തിൽ പോയാലും മറ്റുള്ളവർ അത് അറിഞ്ഞിരിക്കും. ധ്യാനത്തെ പറ്റി നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ധ്യാനം എന്ന് വെച്ച ഒരു മിക്കവാറും 5 ദിവസത്തെ പ്രോഗ്രാമാണ്. അവിടെ നല്ല നല്ല ടോക്കുകൾ അച്ഛന്മാരുടെ ആയിരിക്കാം, ബ്രദേഴ്സിൻ്റെ ആയിരിക്കാം, അതുപോലെ തന്നെ ഓരോരുത്തരുടെ അനുഭവ സാക്ഷ്യം. അവിടെയാണ് ഒരുപാട് ആളുകൾ ആത്മഹത്യ വക്കിലെത്തി അവർ ദൈവത്തെ സ്വന്തമാക്കാൻ വരും. അങ്ങനെ ദൈവിക അനുഭവം ലഭിക്കുന്നതോടുകൂടി അവരുടെ ജീവിതം തന്നെ മാറും. ചിലവരും മദ്യപാനം കൂടുതലായിട്ട് അഡിക്റ്റായ ആൾക്കാർ, അവർ മദ്യപാനം ഉപേക്ഷിക്കുന്നു. ഡ്രഗ്സിന് അഡിക്റ്റായവർ, കോടികളുടെ കടം വന്നവർ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യ വക്കിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ വിശക്കുന്നവനെ ചോറിൻ്റെ രുചി അറിയൂ എന്ന് പറഞ്ഞ പോലെ അവരിലേക്ക് പെട്ടെന്ന് ദൈവിക കൃപ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് നല്ല നല്ല ടോക്കുകൾ കേൾക്കാം, മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ. അതിനുശേഷം പാപത്തെ പറ്റി ഒരു ക്ലാസ് ആയിരിക്കും. ജനറലായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. പാപത്തെ പറ്റിയും മറ്റ് സാമ്പത്തിക മേഖലകൾ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു, അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാം. അതിനുശേഷം
അക്രൈസ്തവരുണ്ടെങ്കിൽ തന്നെ ക്രൈസ്തവർക്ക് കുമ്പസാരിക്കാനും അതിലൂടെ പാപമോചനം കിട്ടുന്നതോടുകൂടി ദൈവത്തിലേക്ക് അടുക്കുവാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറും. പകുതി രോഗങ്ങളും നിരാശയും നമുക്ക് വരുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വെന്ത് നീറുന്ന കുറേ അനുഭവങ്ങളാണ്. അതൊക്കെ ഇറക്കി വെക്കുന്നതോടുകൂടി, ദൈവത്തിനോട് കുമ്പസാരിക്കുന്നതോടുകൂടി, പാപങ്ങളെല്ലാം വിശുദ്ധീകരിക്കുന്നതോടുകൂടി നമ്മൾ നിഷ്കളങ്കരായിത്തീരും. നമ്മുടെ ഉള്ളിൽ സ്നേഹം, സന്തോഷം, ആനന്ദം, ക്ഷമ എല്ലാം ആ സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ നമ്മളിലേക്ക് പകരുന്ന സന്ദർഭം കൂടിയാണ്. അതോടുകൂടി കൗൺസിലിംഗ് ഉണ്ടാവും. അന്നത്തെ കാലഘട്ടത്തിൽ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ കൗൺസിലേഴ്സും നല്ല ആത്മീയമായിട്ടുള്ളവരായിരുന്നു. അവർ ബൈബിൾ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശക്തി ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന ആൾക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഇന്ന പ്രശ്നത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരോട് പറയും. ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭങ്ങൾ. ഇന്നത്തെ നമുക്കറിയാം, ഈ ഒരുപാട് ആൾക്കാർ കൗൺസിലിംഗ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ചിലേഴ്സിന് ആത്മീയമായിട്ട് ശക്തി ഉണ്ടെങ്കിലും അവർ പഴയ രീതിയിലുള്ള പ്രവചനം, അതുപോലെ തന്നെ ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യം ഇന്ന് വളരെ ചുരുക്കം ഉള്ളവർക്ക് മാത്രമുള്ളൂ. അത് ആ ഒരു ശക്തി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ സദാ ആയിരിക്കണം. ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കണം. ഭൗതിക കാര്യങ്ങളാവട്ടെ, സാമ്പത്തിക കാര്യങ്ങളാവട്ടെ, അതിനോടൊക്കെ ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമാണ് അത്രയ്ക്ക് ശക്തി ഉള്ള കൗൺസിലേഴ്സ് ഉണ്ടാവുള്ളൂ. ഇന്ന് വളരെ ചുരുക്കമാണ്. തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാണ്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു നിരാശ ഉണ്ടാവും. എന്നിരുന്നാലും മിക്ക ആളുകളും ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരിച്ചു വരാറ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ സ്വന്തം വീട്ടുകാരായി കണ്ടുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 5 തലമുറകളായിട്ട് വന്നിട്ടുള്ള പാപങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഈ പറഞ്ഞ പോലെ അപ്പനും അമ്മയും ആസ്തത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ 9 മാസം വയറ്റിൽ കിടക്കുന്ന സമയത്ത് അവരുടെ വഴുക്കുകളായാലും മറ്റു കാര്യങ്ങളായാലും നമ്മുടെ ഈ കാലഘട്ടം വരെ നമ്മൾ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ഒക്കെ അവിടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ കഴുകി നമ്മൾ വിശുദ്ധീകരിക്കും. അങ്ങനെയാണ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാവിധ അസുഖങ്ങളും മാറുന്നു. അവരുടെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. ദൈവമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നതുപോലെ ആ മതിൽ മാറി, പാപത്തിൻ്റെ തിന്മയുടെ എല്ലാം മാറി ദൈവമായിട്ട് ഒരു അഭിമുഖം നടക്കുന്ന രീതിയിലുള്ള സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. ദൈവം നമ്മളിലേക്ക് ഇടപെടും. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു 5-6 ദിവസം ഒരു ആത്മീയത ഒരിക്കലും ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർ രണ്ടാമതും കൂട്ടുകാരോട് കൂടി മദ്യപാനം, മയക്കുമരുന്ന്, പെണ്ണ്, അങ്ങനെ പല ഇന്നത്തെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തിയുടെ വലയത്തിലേക്ക് അവർ പോകും. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാറ്, ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ലോകം പിശാചിൻ്റെ കീഴിലാണ്. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള നമ്മുടെ മൊബൈൽ തന്നെയാണ് നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കൊല്ലത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ധ്യാനങ്ങളിൽ പങ്കെടുക്കണം. അങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ നിന്നാൽ മാത്രമാണ് ഇവിടെയും സ്വർഗം, മരണത്തിന് ശേഷവും സ്വർഗം അനുഭവിച്ച് നമുക്ക് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ.
അങ്ങനെ ഞാൻ ഒരു ആഴ്ചയിലത്തെ ധ്യാനം കൂടി. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു ഒരു വരദാനം കിട്ടുന്ന ഒരു ധ്യാനമുണ്ടെന്ന് പറഞ്ഞു ഫോട്ടോയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീട്ടിൽ വലിയ പണിയൊന്നുമില്ലോ, എന്തായാലും അതും കൂടി കൂടാം എന്ന് വിചാരിച്ച് ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞ ദിവസം തന്നെ ഞാൻ അവിടെ എത്തി. ആ ധ്യാനത്തിൽ അറ്റൻഡ് ചെയ്തു. ആ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് ഒരുപാട് ദൈവത്തെ തൊട്ടറിയാനും അനുഭവിച്ചറിയാനും സാഹചര്യമുണ്ടായി. ധ്യാനം കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എനിക്ക് ഭാഷാവരം കിട്ടി. അപ്പോൾ ചിലർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. ഭാഷാവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ ആയിരിക്കുക എന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്തുതിപ്പുണ്ടാവും ധ്യാനത്തിൻ്റെ ഇടയിൽ. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ വർഷിപ്പ് ചെയ്യുക, പ്രേ ആൻഡ് വർഷിപ്പ്. അപ്പോൾ നമ്മൾ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ കൂടുതൽ നമ്മൾ പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നാണ്. ഇത് തന്നെയാണ് സ്വർഗത്തിൽ വിശുദ്ധന്മാരും എല്ലാവരും തന്നെ പറയുന്നത്. ദൈവത്തെ സ്തുതിക്കലാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ഭൂമിയിലായിക്കൊണ്ട് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. ദൈവമേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി. എന്നെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചതിന് നിനക്ക് നന്ദി. എൻ്റെ കുടുംബത്തെ, എനിക്ക് തന്ന ആരോഗ്യം, എല്ലാത്തിനും നന്ദി പറയുക എന്ന് തന്നെയാണ് ഈ നമ്മൾ സ്തുതിപ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഷാവരത്തിൽ സ്തുതി ഹല്ലേലൂയ 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 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ എന്ന് പറയാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ വേറെ രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് പോവും. ചിലവർക്ക് വേറെ പല രീതിയിലും പോവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഹല്ലേലൂയ ലലല ലലല അങ്ങനെ വേറെ രീതിയിൽ. ഈ സന്ദർഭത്തിൽ ഒരു ആത്മീയ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം ശിരസിലൂടെ ഇങ്ങനെ ശരീരം മുഴുവനും ഒഴുകുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. നമുക്കറിയാവുന്നതുപോലെ ആദ്യം മുതലേ പിതാവാണ് ഈ ലോകം ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത്. പ്രവാചകന്മാർ ഓരോരുത്തരെയായി ദൈവം അയച്ചു. ആളുകൾ ആരും അനുദപിച്ചില്ല. സ്വന്തം പുത്രനെ ദൈവം അയച്ചത്. പുത്രൻ വന്ന് 12 ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി. അതിലൂടെയാണ് നമ്മുടെ തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെയാണ് കുറേ പേർ ക്രൈസ്തവരായത് തന്നെ. നമ്മൾ ഇന്ത്യക്കാർ ഹൈന്ദവ സാഹചര്യങ്ങളിൽ വളർന്നവരാണ്. പക്ഷേ കുറച്ചു പേർ അത്ഭുതങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടപ്പോൾ തോമസ് ലീഹയുടെ ശിഷ്യത്വം അംഗീകരിച്ച് ക്രൈസ്തവ സഭ അങ്ങനെയാണ് രൂപീകരണം വന്നത്. യേശു പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഒരു വാസസ്ഥലം, നിങ്ങൾക്ക് സ്വർഗം ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്, എൻ്റെ സഹായകനെ ഞാൻ അയക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് നടക്കുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആത്മീയ ജ്വലനം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ശക്തി ഈ യൂട്യൂബ് തുടങ്ങാനും നിങ്ങളോട് എൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാനും. അങ്ങനെ നമ്മൾ ഭാഷാവരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരും. നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ആത്മീയ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് പറ്റി, ഇന്നും എനിക്ക് പറ്റുന്നുണ്ട്. ലോകത്ത് കിട്ടാത്ത ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. രണ്ടാമത് ഞാൻ അവിടെ സ്റ്റേജിൽ പറഞ്ഞത്, എൻ്റെ പേര് ചൊല്ലി കർത്താവ് എന്നെ തൊട്ടു. 10, 100, 150 ആളുകൾ ഉള്ള സമയത്ത് അവിടെ അച്ഛൻ ഷെറിനെ യേശു തൊടുന്നു എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ തന്നെ എനിക്ക് ഒരു ആത്മീയ അനുഭൂതി ഉണ്ടായി. അത് ഞാൻ അപ്പോൾ സ്റ്റേജിൽ പറഞ്ഞു. അന്ന് കാലഘട്ടങ്ങളിൽ ഓല ഷെഡിലായിരുന്നു പോട്ട ആശ്രമം. അപ്പോൾ ഉച്ച ടൈമിൽ ഭക്ഷണത്തിന് ശേഷം ഞാൻ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങി ഈ ഓല ഷെഡിലിരിക്കുമ്പോൾ അവിടെ ഒരു അണ്ണാർക്കണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നു.
എൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, പാമ്പിൻ്റെയും തേളിൻ്റെയും ചവിട്ടി നടക്കാനുള്ള അധികാരം നിനക്ക് തന്നിരിക്കും എന്ന വചനം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ഞാൻ ഭാഷാപരം, യേശുവെ നിൻ്റെ ശരീരരക്തത്താൽ ഈ അണാർക്കണ്ണനെ കഴുകണമേ, യേശുവെ സ്തോത്രം ഹല്ലേലൂയ എന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അണ്ണാർക്കണ്ണൻ 4 കാലുള്ളോടത്ത് ഫ്രണ്ടിൽ 2 കാലോ കയ്യോ അതെനിക്കറിയില്ല, കൈകൂപ്പി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നിന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഇതായിരുന്നു എൻ്റെ 3ാമത്തെ സാക്ഷ്യം. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞോടുകൂടി ഞാൻ വീട്ടിലേക്ക് വന്നു. ഏറ്റവും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോ ആയിരിക്കുമ്പോൾ വീട്ടിലെ സാഹചര്യം വ്യത്യാസമായിരിക്കും. നമ്മൾ കുറച്ച് പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് തമാശയായിരിക്കും. നമ്മൾ കുറച്ച് പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളും കാണുമ്പോൾ ചിലവർക്കത് 4-5 ദിവസം ഒരു ആഴ്ച ഉണ്ടാവും, പിന്നെ അവർ പഴയ രീതിയിലേക്ക് തന്നെ വരും. ചിലർ പ്രാർത്ഥനയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് പ്രാർത്ഥന ശക്തിപ്പെടുത്തും. കുടുംബ പ്രാർത്ഥനയായാലും വിശുദ്ധ കുർബാനയായാലും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് ആത്മീയത എൻ്റെ കൂടുതലുണ്ടായിരുന്നു. അപ്പോഴാണ് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയുന്നത് പോലെ നമ്മളെ വീടുകളിലൊക്കെ കോഴികൾ അകത്ത് വരാറുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ വാതിൽ തുറക്കും, അവർ വന്ന് ടേബിളിൽ കയറി ഒച്ചയും ബഹളും ചിറകിട്ടടിയും അവിടെയുള്ള ഗ്ലാസ്സുകൾ തട്ടിമറിക്കലും. ഇന്നത്തെ കാലഘട്ടത്തിൽ കോഴികൾ ആയം പോലെ വന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അവർ പോകുമ്പോണ്ടാണ്ട് അതിൽ നമ്മൾ ആട്ടിവിടും. ഇന്ന് അവർ സംസാരമില്ല, സൈലൻ്റ്. ടെക്നോളജി മാറുമ്പോൾ കോഴിക്കും ടെക്നോളജി മാറാം എന്നുള്ളത് ഞാനിപ്പോഴാണ് കാണുന്നത്. അന്നത്തെ കാലത്തിൽ കോഴികൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ഗ്ലാസ് പൊട്ടിക്കുക. അപ്പം കോഴി അവിടെ നിൽക്കുക. ഞാൻ ഒരു തോന്നുന്നു, യേശുവെ നിൻ്റെ തിരക്തത്താൽ കഴുകണമേ, യേശുവെ ദൈവമേ നിൻ്റെ ആരാധന ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ട് ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ 2 കോഴി അവിടെ ഉണ്ടായിരുന്നു. അവിടെ കോഴികൾ സൈലൻ്റായി. ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കണോ അത്ര നേരം സൈലൻ്റായിട്ടുണ്ട്. എന്നിൽ എന്തോ എന്നറിയില്ല ഒരു ആത്മീയ അനുഭൂതി തന്നെ വന്നു. പ്രത്യേക ശക്തി എന്നിൽ നിറയുന്നതും ഒരു തീ എൻ്റെ മേലിലേക്ക് ഇറങ്ങുന്നതും ചുറ്റും ഒരു ചൂട് അനുഭവപ്പെടുന്നതും ദിവസങ്ങൾ നീണ്ടു നിന്നു. ഏകദേശം ഒരു 10 മുതൽ 15 ദിവസം വരെ ഒരു പ്രത്യേക ശക്തി. അത് മാതാവും 12 ശിഷ്യന്മാർ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തീനാളത്തിൻ്റെ രൂപത്തിൽ വന്നിറങ്ങി അവർ പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ജ്വലിച്ചു എന്ന്. ആ രീതിയിലുള്ള സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ എൻ്റെ പ്രായത്തിൻ്റേത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതിലൊന്നാണ്, ഞാൻ വീട്ടിൽ തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാറ്, കുടുംബ പ്രാർത്ഥന. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണുകളിൽ നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കൂടുമ്പോൾ നമ്മൾ കുറച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഭാഷാവരത്തിൽ ആത്മീയമായിട്ട് പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ യേശുവിൻ്റെ മുഖത്ത് മാതാവിൻ്റെ മുഖം ഇങ്ങനെ വരുന്നത് പോലെ കറക്റ്റ് ഒരു മാതാവിൻ്റെ രൂപം. അതെനിക്ക് കൊല്ലങ്ങളായിട്ട് നീണ്ടു നിന്നു. അടുത്ത കാലത്ത് ഞാൻ 1-2 കൊല്ലമായിട്ട് എനിക്ക് ഇങ്ങനെ നോക്കാണ്ട് ഇപ്പം നോക്കിയപ്പോൾ കിട്ടണില്ല. അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ പ്രാർത്ഥന ഉണ്ടാവുമ്പോൾ അവർ ചീത്ത പറയാനും മുട്ടുത്തിക്ക് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ പറയാൻ നിൽക്കണ കാരണം നമ്മൾ പ്രാർത്ഥനയിൽ കോൺസെൻട്രേഷൻ കിട്ടാറില്ല. അങ്ങനത്തെ അനുഭവം എനിക്കുണ്ടായത്. പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ പേപ്പർ എനിക്ക് വായിക്കാൻ പറ്റാത്തൊരു വികൃതമായ രീതിയിൽ ഓരോ ഫോട്ടോ ആയാലും അക്ഷരങ്ങളായാലും. പക്ഷേ ഞാനത് തമ്പുരാൻ്റെ മുന്നിൽ നോക്കുമ്പോൾ ഫോട്ടോസൊക്കെ നമുക്ക് ഒരു ഒറിജിനാലിറ്റി, ദൈവം അവിടെ നിൽക്കണ പോലെ ഒരു ഒറിജിനാലിറ്റി. നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഓരോ ഫോട്ടോ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഒരു ആംഗിൾ തിരിക്കുമ്പോൾ ചിലപ്പോൾ മാതാവിൻ്റെ രൂപമായിരിക്കും, ഒരു ആംഗിളിൽ തിരിക്കുമ്പോൾ യേശുവിൻ്റെ രൂപമായിരിക്കും. അങ്ങനെ ഉള്ള ഒരു ഡയമെൻഷൻ, ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആത്മീയ ഒരു അനുഭൂതി, ഒരു എന്താ പറയുക, മാതാവ് 100% വിശുദ്ധി ആയത് കൊണ്ടാണ് അവൾ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോയത്.
ആ ഒരു നിമിഷം, ആ സന്ദർഭത്തിൽ എനിക്ക് തോന്നി ഞാൻ ഒരു 100% വിശുദ്ധിയിൽ നിൽക്കുന്ന ആ ഫീല് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ഗൗരവം, ഞാനിപ്പോൾ നോർമൽ രീതിയിലല്ല നിൽക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ പ്രാർത്ഥനകൾ കുറച്ചു. എനിക്ക് അപ്പോൾ മനസ്സിലായത്, ഈ ഭൂമിയിൽ പൈശാചിക ശക്തികൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു 20% ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഈ ഭൂമിയുടെ ശക്തി നമ്മളിൽ എന്തായാലും വേണം. എനിക്ക് അപ്പോൾ തോന്നിയത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഗൾഫിലായിരിക്കുമ്പോൾ 5 കൊല്ലത്തിന് ശേഷം ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ കുർബാനയുടെ ഇടയിൽ ഒരു പ്രത്യേക ഒരു ശക്തി, ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പോലൊരു ശക്തി എനിക്ക് വന്നു. എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് ചുംബിക്കുന്നുണ്ടായിരുന്നു. ഒരു 10-25 കൈ എൻ്റെ ചുറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ ശരീരത്തിന് ചുറ്റും ചൂടുണ്ടായിരുന്നു. ഒരു തീയനിലേക്ക് ഇറങ്ങിയിരുന്നു. ആ സന്ദർഭത്തിൽ, ആ കാലഘട്ടത്തിൽ അന്ന് മൈക്കിളച്ചനായിരുന്നു. മൈക്കിളച്ചൻ നല്ലൊരു അച്ഛനായിരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തിയിരുന്ന അച്ഛനായിരുന്നു. അച്ഛൻ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ആ മകൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയതാണ്, വേറെ ഒന്നുമില്ല. അതൊരു 2-3 മിനിറ്റ് നേരം നീണ്ടു. പിന്നെ അച്ഛൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞ് കുർബാന കണ്ടിന്യൂ ചെയ്തു. ഞാനും നോർമൽ അവസ്ഥയിലായി. ഇങ്ങനൊരു ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജോലി സ്ഥലത്തായാലും ഞാൻ വചനപ്പെട്ടി വണ്ടിയിൽ വയ്ക്കും, ആ ഒരു വാക്ക് വായിക്കും. അതുപോലെ തന്നെ ആ ഒരു വേർഡ് കമ്പ്യൂട്ടറിൻ്റെ സൈഡിലും വയ്ക്കും. അങ്ങനെ യേശുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് ഒരു അത്ഭുതം പോലെ സാക്ഷ്യം എനിക്ക് തന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ സർവീസ് അഡ്വൈസറിൻ്റെ ജോബായിരുന്നു ലാസ്റ്റ് 13 കൊല്ലം ചെയ്താണ് ജുമാൽ മസ്ജിദ്. ഒരുപാട് കസ്റ്റമർ കംപ്ലയിൻസും മറ്റു കാര്യങ്ങളൊക്കെ ടെൻഷൻ പിടിച്ച മേഖലയാണ്. എന്നിരുന്നാലും രാത്രി കിടക്കുമ്പോൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ ദിവസം ആ കസ്റ്റമറായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെയധികം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1980 കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനം രൂപം പ്രാപിച്ചത്. അതിൻ്റെ തുടക്കം തന്നെയായിരുന്നു പോട്ടയിലൂടെ. അവിടെ നമ്മുടെ മാത്യു നായ്ക്ക് പറമ്പച്ചൻ, ജോർജ് പനക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച. ഇന്ന് കേരളം മൊത്താകം, ഇന്ത്യയിലും ലോകത്തും മുഴുവനും പടർന്നിരിക്കുകയാണ്. കേരളത്തിൽ 500-ൻ്റെ മുകളിൽ ധ്യാന കേന്ദ്രങ്ങളിലുണ്ട്. മുരിങ്ങൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 അച്ഛന്മാരെ കാണാം. ശക്തമായിട്ട് ഞാൻ പറയുന്നു, ജീവിക്കുന്ന വിശുദ്ധന്മാർ തന്നെയാണ് ഇവർ 2 പേര്. നിങ്ങൾ പോകുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റിയ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരാണ്. ചെറുപ്പം മുതലേ മാമോദീസയിലൂടെ വേദോപദേശം, ഹോളി കമ്മ്യൂണിയൻ, സ്ഥൈലേപനം, ഇതിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിന് സ്നേഹം കിട്ടിയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോട്ടയിൽ നിന്നാണ് ദൈവത്തിൻ്റെ ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റിയത് തന്നെ. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത് തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്ന്. നിങ്ങളോട് മുന്നേ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ പേര് ഷെറിൻ ആണെങ്കിലും അത് കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഈ പേര് ഉള്ളത്. ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അറബ്സ് ചോദിക്കും പേര് ഷെറിൻ എന്ന് പേര് പറയുമ്പോൾ അവർക്കറിയാം ഇത് ലേഡീസിന് പേരുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിംസിന്. അപ്പോൾ അവർ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, ഇത് ഞങ്ങളുടെ ഇതിൽ ഷെറിൻ എന്ന് പറഞ്ഞാൽ സ്വീറ്റാണ്, മധുരമാണ്, ചോക്ലേറ്റാണ്
എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു ആശ്വാസം തരും. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം നമ്മളുടെ എല്ലാ വേദനകളും ദൈവം പരിഹരിക്കുമെന്ന് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് തന്നെ ഷെറിൻ എന്നായിരുന്നു. പലവർക്കും പല പേരുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ വളരെ ചുരുക്കമാണ് ഒരു പേരുള്ളത്. അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെ അമ്മയുടെയും ജനന തീയതി ഒരു ദിവസമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ, അവരുടെ ഗ്രൂപ്പും ഇവിടുത്തെ ഗ്രൂപ്പും ഒരു ദിവസം ഹാപ്പി ബർത്ത്ഡേ ആഘോഷം. നമ്മൾ എല്ലാവരുടെയും ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിൽ വരുന്ന പോലെ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ അപ്പൻ്റെ വിളിക്കുന്ന പേര് ജോണി എന്നാണ്, ശരിക്കുള്ള പേര് ആൻ്റണി എന്നാണെങ്കിലും അവിടുത്തെ അപ്പൻ്റെ പേര് ഒറിജിനൽ ജോണി എന്ന് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ചെറിയൊരു ഷോപ്പ് ദുബായിലുണ്ട്, ഒപ്റ്റിക്കൽ. വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. ആ പാർട്ട്ണറും വൈഫിൻ്റെയും ഒരു ദിവസമാണ് ജനന തീയതി തന്നെ. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കുന്ന ഉപരി ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദൈവം 5 കുട്ടികളെയാണ് എനിക്ക് തന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാവരും സെൽഫിഷായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലർ 1 കുട്ടി, മാക്സിമം 2 കുട്ടി. പണ്ട് കാലങ്ങളിൽ 12-15 കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. അന്ന് കൂട്ടുകുടുംബമായിരുന്നു. ഇന്ന് സെപ്പറേറ്റ് ആയപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ 5 കുട്ടികളെ വളർത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. യൂട്യൂബ് തുടങ്ങിയ സന്ദർഭത്തിൽ തൊട്ട് കുറച്ചും കൂടിയും ആത്മീയമായിട്ട് വളരുവാൻ എനിക്ക് സാധിച്ചു. പ്രാർത്ഥനയിൽ ശക്തിപ്പെടാനും എല്ലാ ദിവസവും മുടക്കാണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനും ഇന്ന് ദൈവം അനുഗ്രഹം ചെയ്തു തന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ് സാബു ബ്രദറിനെ പോലെ ആത്മീയമായി അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യണമെന്നും മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കണമെന്നും ഒരു ആഗ്രഹം. ഞാൻ എന്തായി തീരണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നെങ്കിൽ അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കുറച്ച് നാൾ ശേഷം ചിലപ്പോൾ ഗൾഫിൽ ജോലിക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക്, പ്രായമായ ആൾക്കാർക്ക്, നമ്മൾ പറയുള്ളൂ ഒരുപാട് ഏജ് ആയി കുട്ടികളുടെ സ്വഭാവമാവും. അത്രയ്ക്കും പ്രായമായിട്ട് ആളുകളുടെ അടുത്ത് പോയി വചനം പറയുവാനും, വയസ്സാവുമ്പോൾ ഒരാളും തിരിഞ്ഞ് നോക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കൊരു നല്ല വചനം പറയാനും അവരെ ആത്മീയമായിട്ട് ഒരുക്കാനും സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വിനിയോഗിക്കും. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന് എന്താഗ്രഹിക്കുന്നു അത് എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഇവിടെ സ്വർഗം ജീവിതം അനുഭവിച്ചുകൊണ്ട് മരണശേഷം അവിടെ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയും ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. താങ്ക് യു സോ മച്ച്.